ഹായ് ഫ്രണ്ട്സ്, സോഫിയാസ് ഫാമിലി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും KFC വളരെയധികം ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ്. അതുപോലെ ഒരു വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഫിഷ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്, ഫ്രൈഡ് ഫിഷ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യമായി ബട്ടർ മിൽക്ക് നമ്മൾ തയ്യാറാക്കണം. അതിനായി നമ്മൾ ഒരു 150 ml പാല് എടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് നമുക്ക് പുളിച്ച തൈര് വേണമെങ്കിൽ 2 സ്പൂൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വിനിഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം. ഇത് ഞാൻ 1 സ്പൂൺ വിനിഗറാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മുള്ളില്ലാതെ കഴുകി നല്ല നീറ്റായിട്ട് അരിഞ്ഞ് ചൂര കഷ്ണം ഒരു 1/4 കിലോ ഉണ്ട്. അത് നല്ല വട്ടത്തിന് അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് മാഗ്നേറ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് എല്ലാം മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്ത് നമ്മളത് മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ 1 മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഒഴിക്കുന്നു. 2 സ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ഈ എരിവിൻ്റെ രീതി അനുസരിച്ച് നമുക്കത് ചേർക്കാവുന്നതാണ്. നമ്മുടേതായ രീതി അനുസരിച്ച് എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്തോളാം. 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ 1 കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് ചേർത്ത പേസ്റ്റാണ് ഇതിലിടുന്നത്. ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് അത് ചേർത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് അതിന് കണക്കിനുള്ള ഉപ്പ് ചേർത്താൽ മതി, കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ മൈദ മാവ്, 1 സ്പൂൺ കോൺഫ്ലവർ ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല കൂട്ട് പിടിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ 1/2 മണിക്കൂർ ഇതിനൊന്ന് വെച്ച് വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്കത് ചൂടാൻ ആരംഭിക്കാം. അടുത്തതായി 1 ബൗൾ മൈദ മാവ്, അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, ലേശം ഉപ്പ്, ലേശം കുരുമുളക് പൊടി, ഇവ ഒന്ന് മിക്സ് ചെയ്യണം. മാവിലേക്ക് നമ്മൾ ഈ മീനൊന്ന് മുക്കി നല്ലതുപോലെ പ്രസ് ചെയ്ത് ഈ മാവിനത്തിന് നമ്മളൊന്ന് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതിനൊന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത് 1 സെക്കൻഡ് വെള്ളത്തിലിട്ട് ഒന്നെടുക്കണം. തിരിച്ചതേപോലെ നമ്മളൊന്ന് മാവിലേക്കിട്ട് ഇനി നമുക്ക് ഇതിന് നല്ല രീതിയിൽ വരുന്നതായി ഇതുപോലെയാവും. ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. എല്ലാം പുരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്കൊന്നിടാം.
നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് ഫിഷ്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കടകളിൽ തന്നെ പോയി വാങ്ങും. നമ്മളിതെല്ലാം കടകളിലാണ് വാങ്ങി കഴിക്കുന്നത്. നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്കിത് ചെയ്ത് കഴിക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു വിഭവം തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് നോക്കാം. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. നല്ലതുപോലെ ആയിട്ടുണ്ട്. നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.